ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തേത് ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. ചെറുതല്ല, ഒരു 2-3 ഡേയ്സിലെ ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഞാനത് പാർട്ടായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ബാംഗ്ലൂർക്കാണ്. ബാംഗ്ലൂർ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ബിക്കോസ് എൻ്റെ ഒരു കരിയർ ജേർണി ഞാൻ എൻ്റെ 21 വയസ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂരാണ്. പിന്നെ ഞാൻ കൊച്ചിലോട്ട് പോകുന്ന സ്ഥലമാണ്. എൻ്റെ കസിൻസും റിലേറ്റീവ്സും ഒക്കെ ബാംഗ്ലൂരാണ്. ബട്ട് എന്നാലും എൻ്റെ കരിയർ അവിടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടും എനിക്ക് ഫ്രണ്ട്സും എൻ്റെ കൊളീഗ്സും ഒക്കെ അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും ബാംഗ്ലൂർ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ UK നിന്നൊക്കെ വരുമ്പോൾ 10-20 ഡേയ്സിലേക്കൊക്കെ വരാൻ നേരത്ത് എപ്പോഴും എനിക്ക് അവിടെ പോകണമെന്ന് വിചാരിക്കും. പക്ഷെ നടക്കാറില്ല. നാട്ടിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം കുറച്ച് നാൾ നാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഓർത്ത് ഓക്കെ, നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ പോയിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ജസ്റ്റ് ഒരു കല്യാണം കഴിഞ്ഞ് ഒരു 1 വീക്കിലാണ് പോയത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പോകാൻ വേണ്ടിയിട്ടും ആൾക്കാരെ എൻ്റെ കൊളീഗ്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളിങ്ങനെ ഒരു മീറ്റപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും ആഷും കൂടിയാണ് പോകുന്നത്. ആഷിന് അവിടെ ചെന്നിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. അപ്പം ഓൾറെഡി എന്നോട് ചോദിച്ചു ഓക്കെ എന്നാൽ ഞാനും കൂടെ ബാംഗ്ലൂർ പോയിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കേട്ടപ്പോഴേ ഞാനും ചാടി ഇറങ്ങി. അപ്പം ഞങ്ങളുടെ കൂടെ ഇന്ന് ഒരാൾ കൂടെ വരുന്നുണ്ട്, കിച്ചൂട്ടി കൂടെ ഉണ്ട്. ഹായ്. കിച്ചൂട്ടിക്ക് നാണമാണ്. അതെ, കിച്ചൂട്ടി നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി റെഡിയായി ഇരിക്കുകയാണ്. ആഷൊക്കെ ഷവർ ചെയ്യുന്നേ ഉള്ളൂ. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ വരും എന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ റെഡിയായി പ്രാർത്ഥിച്ച് നമ്മുടെ കൃപാസന ഉടമ്പടിയുടെ പ്രാർത്ഥനയൊക്കെ ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, ടൈമായി. ഇനിയിപ്പം അപ്പു നമ്മുടെ കൂടെ വരുന്നുണ്ട്. അവർ വേറെ കാറിലാണ് വരുന്നത്. നമ്മുടെ കാറിൽ ഞാനും ആഷും കിച്ചൂട്ടിയും കൂടെയാണ് പോകുന്നത്. ഫുഡ് കഴിച്ചില്ല, കഴിച്ചോ? ഇല്ല, നമ്മൾ വൈകിട്ട് ഒരു ചായയൊക്കെ കുറിച്ച്. എനിക്കാണെങ്കിൽ ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ. നമ്മൾ ട്രിപ്പെന്ന് കേൾക്കുമ്പോൾ ജലദോഷമൊക്കെ പറന്നു പോകും. അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എല്ലാം റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത്. ചിലപ്പോൾ രാത്രി, ഇപ്പം സമയം രാത്രി 9 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രിയിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ട്രാഫിക് കുറവായിരിക്കും എന്നോർത്ത് ഓൾമോസ്റ്റ് എപ്പോഴും നമ്മൾ രാത്രിയിലാണ് പോകാറുള്ളത്, എവിടെയെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ രാത്രിയിലത്തെ വിശേഷം കുറവായിരിക്കും, രാവിലെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. എന്നാലും ഇപ്പോൾ ഉള്ള കുറച്ച് വിശേഷങ്ങൾ കാണിക്കാം. രാവിലത്തെ കുറച്ചും കൂടെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ളത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗും ഇന്ന് ഇറങ്ങുന്ന തൊട്ട് നാളത്തെ ഈവനിങ് വരെയുള്ള വ്ളോഗായിരിക്കും ഞാൻ ഇതിലിടുന്നുണ്ടാവുക ഫസ്റ്റ് പാർട്ടായിട്ട്. നമ്മളുണ്ടല്ലോ നേരത്തെ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചില്ലേ, ഞാൻ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ കിച്ചൂട്ടി എന്താ പറഞ്ഞാൽ അവളുടെ വീട്ടിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇത് ചക്കവട കിച്ചൂട്ടി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അവൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. എനിക്ക് ചക്കവട ഉണ്ടാക്കാൻ അറിയത്തില്ല. ഓ എന്താ സ്മെല്ല്, യമ്മി ചക്കവട. എനിക്കിനി വേറെ ഒന്നും കഴിച്ചില്ലാലും കുഴപ്പമില്ല. മിക്കവാറും ഞങ്ങളുടെ നൈറ്റ് ഫുഡ് ഇന്ന് ഇതായിരിക്കും. ഇവർ കഴിക്കുമായിരിക്കും കേട്ടോ, പക്ഷെ ഞാൻ കുറച്ച് ഇങ്ങനെ ഇതിലൊതുക്കും. ഇനിയിപ്പോൾ നാളെ രാവിലെ ഉള്ളൂ. ഇന്ന് ഞാൻ കഴിച്ചത് എന്താണെന്നറിയാമോ? രാവിലെ ഒരു പാലപ്പം, പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ ഓട്സിൻ്റെ കഞ്ഞിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓട്സും പയറും കൂടി ഇട്ടിട്ടുള്ള സ്റ്റിൽ ഓട്സിൻ്റെ കഞ്ഞി, അത് കഴിച്ചു. പിന്നെ ഇപ്പോൾ ഇതാണ് കഴിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ കട്ടൻ ചായ കുടിച്ചു. ബിക്കോസ് എന്താ പറഞ്ഞാൽ എനിക്ക് തൊണ്ട അത്ര സുഖമില്ല, ഒരു ശരീരവേദന ഉള്ളതുകൊണ്ട് എനിക്ക് കിച്ചൂട്ടി ഒരു എന്തുവാ ഇട്ടുതന്നേ, ചുക്ക് കാപ്പി ഇട്ടുതന്നു. പിന്നെ അല്ലാണ്ട് ഞാനൊരു ചായ കുടിച്ചു. പിന്നെ ഇതും ഖതം ഹോ ഗയാ. ഇന്നത്തെ കഴിഞ്ഞു. ഇവിടെ റെഡി ആയിരിക്കാൻ തുടങ്ങിയിട്ട് 4 മണിക്കൂറായി അല്ലേ? അതെ, അശ്വിന്തേട്ടനും അപ്പു എന്ത് ഇത്ര ലേറ്റ് ആവുന്നതെന്ന് അറിയില്ല. 4 മണിക്കൂറായി. ഞങ്ങൾക്ക് പോലും എടുത്തില്ല ഇത്രയും സമയം. ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ പോലും റെഡി ആവാൻ എടുത്തില്ല. 4 മണിക്കൂർ. എനിക്ക് അവൾക്ക് ഉറക്കം വരും. ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങി. അതെ, എന്ത് കുറ്റൂസൈഡോട് പറയല്, ഞാൻ ഡുണ്ടു മോളാ. നമ്മളിവിടെ ഏറ്റുമാനൂർ ഹാങ് ഔട്ടിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഫുഡ് വേണ്ട, കിച്ചൂട്ടി ഷവർമയൊക്കെ കഴിക്കാം, സ്പെഷ്യൽ ഷവർമ. എനിക്ക് ജ്യൂസ് മതി, ഗ്രേപ്പ് ജ്യൂസ് വിത്തൗട്ട് ഷുഗർ, വിത്തൗട്ട് ഐസ്. ഇവരാരും കഴിക്കാണ്ട് ഇവിടെ അമ്പലത്തിൽ നേർച്ചയിടാൻ വേണ്ടി വന്നതാ. നമ്മൾ എവിടെ പോയാലും ഈ അമ്പലത്തിൽ, ഏറ്റുമാനൂർ ഈ അമ്പലത്തിൽ വന്നിട്ട് ആഷ് നേർച്ചയിടും. ഞങ്ങൾ ഉറങ്ങിയില്ല, പക്ഷെ എന്നാലും മുഖം
ഇല്ല. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളിവിടെ ഓമല്ലൂർ അല്ലേ, ഓമല്ലൂർ പറയുന്ന സ്ഥലത്തെത്തി. ഞങ്ങൾ കുറേ നേരമായിട്ട് ആനന്ദഭവനിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ്. ഞാൻ രാത്രിയിൽ കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്തുള്ളൂ. ബാക്കി സമയം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അല്ല, ഹാഫ് ആൻ അവർ ഉറങ്ങിയുള്ളൂ. പക്ഷേ ലൈറ്റില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ ബ്രഷൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് രാവിലെ ഇപ്പം 7 മണിയായിട്ടുണ്ട്. 7 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ ആനന്ദഭവനിൽ വന്നു. ഞാൻ പൊടി ദോശ പൊടി ഇഡ്ഡലി കിച്ചൂട്ടി ഗീ റോസ്റ്റൊക്കെ കഴിക്കാൻ പോവാണ്. കിച്ചൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു ട്രാവലിംഗ്? ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു, കുഴപ്പമില്ല, നല്ലതായിരുന്നു. കിച്ചൂട്ടി ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർക്ക് വരാൻ പോകുന്നല്ലേ? ഓക്കെ, അപ്പം അതും ഒരു റോഡ് ട്രിപ്പ് ആയിക്കോട്ടെ. അപ്പം എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ട്, കിച്ചൂട്ടിക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാം. ഇവിടെ നമ്മുടെ ഓപ്പോസിറ്റ് ആഷും അപ്പും ഉണ്ട്. ദിസ് ഈസ് മൈ പൊടി ഇഡലി. അവള് 3 നേരവും അവൾക്ക് ഫുഡ് ഉണ്ട്. 8 മണിക്ക് കഴിച്ചാൽ പിന്നെ 12 വരെ ഉച്ചയ്ക്ക് ഫുഡ്. അതല്ലേ എനിക്ക് എപ്പോഴും വിശക്കുന്നത്. 7:30 മുന്നേ എന്തായാലും കഴിച്ചിരിക്കും. കിച്ചൂട്ടിയുടെ വീട്ടിലെ കഥയൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. ഇവിടെ കഥയൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. ചേട്ടാ, ഒരു ഇഡ്ഡലി കൂടെ തരും, പൊടി. ആ, നല്ല പതപതയ്ക്കുന്ന ഫിൽട്ടർ കോഫി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് ഈ ആനന്ദഭവനിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ഈ മസാല ദോശ, ഗീ റോസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റും ആനന്ദഭവനുണ്ട്. ഞാൻ എപ്പോഴും അവിടെ പോയി കഴിക്കും. എൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചില്ല. ആഷ് ആണെങ്കിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഇത്ര ഇഷ്ടമുള്ളൊരു വ്യക്തി ഞാൻ എൻ്റെ ലൈഫിൽ വേറെ ആരെയും കണ്ടിട്ടില്ല. ഇങ്ങനെ ഇരുന്ന് വേറെ ആർക്കും വണ്ടി കൊടുക്കില്ല, ഇങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര ദൂരം വേണമല്ലോ. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ ദൂരെയുള്ള സ്ഥലത്ത്, ഇപ്പം ഞാൻ ഹൈദരാബാദ് പോകാമെന്ന് പറഞ്ഞാൽ എന്നോട് പറയും ഡ്രൈവ് ചെയ്ത് പോകാമെന്ന്. പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് പറയും വേണ്ട, പോകണ്ട, അത്ര ദൂരം പോകണ്ട, ടയേർഡ് ആകുമെന്ന്. പക്ഷേ ആഷിന് ഇതൊന്നും ഒരു കുഴപ്പമില്ല, ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് കാറാണ് ജീവൻ. ഇപ്പം എന്നെക്കാളും പ്രയോറിറ്റി ആഷിന് കാറായിരിക്കും അല്ലേ? ആണെന്നൊക്കെ പറയും. പണ്ട് തൊട്ടേ എനിക്ക് അങ്ങനെ തന്നെയാ. എനിക്ക് ഗേൾസിനോട് അത്ര അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ലവ് അതൊക്കെ ഓക്കെ, ശരി, സമ്മതിച്ചു. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടിയോട് കാറാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ അത് ഞാൻ സമ്മതിക്കും കേട്ടോ. ആഷിന് കാറാണ് ഏറ്റവും ഇഷ്ടം. അല്ലെ കിച്ചൂട്ടിക്കും അറിയാം. കിച്ചൂട്ടി എന്താ മറ്റേ ഈ ദൈവങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പം ഇവിടെ എത്തി. നമ്മൾ ഹൊസൂർ എത്താൻ ഇനി 100 കിലോമീറ്റേഴ്സ് ഉണ്ടല്ലേ? നമ്മൾ എന്തായാലും അവിടെ എത്തുമ്പോൾ ഒരു 11 ആകും. ഇപ്പം 8 ആയെന്ന് തോന്നുന്നു. ഇപ്പം കറക്റ്റ് 8 o'clock ആയി. നമ്മൾ അവിടെ എത്തുമ്പോൾ എന്തായാലും 11 ആവും. പിന്നെ നമ്മൾ എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ചെക്ക് ഇൻ വന്നിരിക്കുന്നത് 12 o'clock ആണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവിടെ പോയി പിന്നെ പോസ്റ്റ് ആവണ്ടല്ലോ. അവിടെ പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കിയൊക്കെ നോക്കണം. ഇപ്പം എന്തായാലും ഇനി ഹൊസൂർ എത്തട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. ഇനി എന്തായാലും നമ്മൾ ഉറങ്ങാൻ പോകുന്നില്ല. ഈ രാവിലെ എണീക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഫേസ് ഉണ്ടല്ലോ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നുണ്ടാവും, ഉണ്ടച്ചക്കേനെ മാതിരി. അതുപോലെ ഇപ്പോൾ ഇരിക്കുന്നത് കണ്ടോ? യെസ്, ഉണ്ടച്ചക്കേനെ മാതിരിയുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ മിനിഞ്ഞാന്ന് തൊട്ടൊരു ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ സൗണ്ടും കൂടെ പോയി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ജലദോഷമൊന്നുമില്ല. ഇപ്പം സൗണ്ടാണ്, കുറച്ച് കരകരപ്പുള്ള സൗണ്ടാണ് എൻ്റെ ഇപ്പോൾ. അപ്പം ഇനി പോകുന്ന വഴിക്ക് ഫുള്ള് നമുക്ക് വർത്തമാനമൊക്കെ പറഞ്ഞു പോവാം. ചൂട്ടീനെ കഴിഞ്ഞ വ്ളോഗിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. എൻ്റെ ആഷിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ടാണ് അതുൽ. ഉണ്ണിന്ന് നമ്മൾ വിളിക്കും. ഉണ്ണി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണിത്. അപ്പം നമ്മൾ ഒരുമിച്ചായിരുന്നു UK കഴിഞ്ഞ 2-3 years ആയിട്ട്. അപ്പം കിച്ചൂട്ടി ഇപ്പോൾ ലീവിന് വന്നിരിക്കുകയാണ്. അപ്പോൾ കിച്ചൂട്ടിയായിട്ട് നമ്മൾ ട്രിപ്പിന് പോവാണ്. കിച്ചൂട്ടി, എങ്ങനെ ഉണ്ടായിരുന്നു ട്രാവലിംഗ് ഒക്കെ? കൊള്ളായിരുന്നു. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. കിച്ചൂട്ടി ഉറക്കമില്ലാത്ത ജീവിയാട്ടോ, ഉറങ്ങത്തില്ല. പക്ഷെ ഞാൻ 1 hour എങ്കിലും ഉറങ്ങി. 1 hour. എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉറക്കം വരില്ല ഗൈസ്, അതാണ് എനിക്കറിയില്ല. അങ്ങനെ കാഴ്ച കണ്ടോണ്ടിരിക്കണ
ഹലോ എന്നേലും ഭയങ്കര ഇളയതാട്ടോ, കുഞ്ഞതാ. എന്നെ ചേച്ചിന്നൊന്നും വിളിക്കത്തില്ല. എന്നെ ചേച്ചിന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിലും എന്താ കിച്ചൂട്ടിക്ക് 24 അല്ലേ ഏജ്. അതാണിങ്ങനെ ആയി ഇങ്ങനെ സംസാരിക്കുന്നത്. ആനന്ദഭവനിലെ ഫുഡ് ഇഷ്ടായോ? അടിപൊളിയായിരുന്നു. ഞാൻ ഗീ റോസ്റ്റ് കഴിച്ചു. അടിപൊളി ചട്നിയായിരുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തി. നല്ല ലേറ്റായി. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 2 hours ഒരു ബ്ലോക്കിൽ കടന്നു. ഇപ്പോൾ 12 o'clock ആയി. ഈ ടൈമിലാണ് നമ്മളിവിടെ എത്തുന്നത്. നമ്മളൊരു 10-ന് എത്തണ്ടായിരുന്നു. കാര്യം ആ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് ഹൊസൂർ എത്തുന്നതിന് മുന്നേ തന്നെ ആ ബ്ലോക്കിൽ ഇങ്ങനെ കിടന്ന് ഈ ഒരൊറ്റ സ്ഥലത്ത് തന്നെ ഒരു വണ്ടി മൂവ് ചെയ്യാൻ പോലും പറ്റാതെയാണ് നമ്മൾ ആ ബ്ലോക്കിൽ കിടന്നത്. അതുകൊണ്ട് ലേറ്റായി, ടയേർഡായി. എൻ്റെ ഫേസൊക്കെ ഭയങ്കര പഫിനെസ് വന്നിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഡസ്റ്റും എല്ലാം കൂടെ. നമ്മൾ അവിടുത്തെ ബ്ലോക്കിന് ശേഷം നമ്മൾ ബാംഗ്ലൂർ ബ്ലോക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടുത്തെ പിന്നെയും സഹിക്കബിൾ ബ്ലോക്കാണ്. പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടിൽ ലോറികളായിരുന്നു. അതുകൊണ്ട് നമുക്ക് അനങ്ങാൻ പോലും പറ്റിയില്ല. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇവിടെ ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോഴേ എനിക്ക് മെമ്മറീസാണ്. ബിക്കോസ് ഞാൻ വർക്കിന് പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളും കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇലക്ട്രോണിക് സിറ്റി എത്തിയില്ലേ? ഇലക്ട്രോണിക് സിറ്റി എത്തി. അപ്പം എനിക്കിവിടെയൊക്കെ കാണുമ്പോൾ നല്ല നല്ല മെമ്മറീസാണ്. അങ്ങനെ നമ്മൾ എടുത്ത Airbnb-യിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു 4 ബെഡ്റൂമുള്ളൊരു Airbnb ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ റൂംസിനും ബാൽക്കണി ഉണ്ട്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ റൂമിൻ്റെ ബാൽക്കണി ഇതാ ഇവിടെ ഇതുണ്ടോ. ഭയങ്കര വെയിലാണ്, ഭയങ്കര ട്രാഫിക്കിൻ്റെ സൗണ്ടാണ്, നോയ്സ് പൊല്യൂഷൻ. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. അപ്പോൾ ഫസ്റ്റ് കുളിക്കുക, ഒന്ന് ഫ്രഷ് ആവുക, ഇതാണ് എൻ്റെ എയിം എന്ന് പറയുന്നത്. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക. പിന്നെ എൻ്റെ 2-3 കൊളീഗ്സ് പഴയ കൊളീഗ്സൊക്കെ എന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരെയും ഞാനൊരു 5 years 4 years 6 years കഴിഞ്ഞ് മീറ്റ് ചെയ്യുന്നവരുണ്ട്. 2018-ലായിരുന്നു ഞാൻ ബാംഗ്ലൂർക്ക് വർക്ക് ചെയ്യാൻ വരുന്നത്. സോ അന്ന് തൊട്ടുള്ള എല്ലാവരുമായിട്ടും ഞാൻ കണക്ഷൻസ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരു കമ്പനിയിൽ എനിക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു 2-3 പേര് കാണും. അപ്പോൾ അതും ഫുൾ നോൺ മലയാളീസാണ്. അപ്പോൾ അവർക്ക് എന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഐ എം സോ ഹാപ്പി. പക്ഷേ കുറച്ച് നേരം എനിക്ക് റെസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ തളർന്ന് വീഴും. എനിക്കെന്തായാലും വിശക്കുന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് വെച്ചാൽ കിച്ചൂട്ടി ഓൾറെഡി വാഷ്റൂമിലാണ്. എല്ലാവരും ഓരോരോ വാഷ്റൂമിൽ കയറി. അപ്പോൾ എന്തായാലും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. നമ്മൾ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. ഉറക്കം വരുന്നുണ്ട്, പക്ഷേ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ തോന്നി. ഞാനങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് അങ്ങനെ കിടന്നപ്പോൾ എനിക്ക് വിശക്കണം എന്ന് പറയാമല്ലോ. പക്ഷേ ഇന്ന് എന്താണെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഞാൻ വെജ്ജാണ് കഴിക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്തത് മഷ്റൂം ബൗള വിത്ത് സാലഡ്. പക്ഷെ നല്ല ടേസ്റ്റുണ്ട്. റൈസ് കുറച്ചുണ്ട്, ബാക്കി ഫുൾ വെജീസും മഷ്റൂമാണ്. ഇറ്റ്സ് ഗുഡ്. ഇപ്പോൾ ടൈം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൊളീഗ്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സുധീനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു 5 years ആയി കേട്ടോ. 5 yearsന് ശേഷമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. സോ ഞാൻ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഈ LKG തൊട്ട് പഠിച്ചവരെയൊക്കെ ആയിട്ടുള്ള കണക്ഷൻസ് ഞാൻ ഒരിക്കലും വിടാറില്ല. അപ്പോൾ ഐ എം സോ എക്സൈറ്റഡ്. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇത്ര വർഷം കഴിഞ്ഞ് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത കൊളീഗിനെ കൂടെ മീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ടൈം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നാളെ എൻ്റെ അടുത്ത കൊളീഗ്സ് 2 പേരുണ്ട്, സുജ, നമ്പ്രു. 2 പേരെ എനിക്ക് കാണാനുണ്ട്. നമ്പ്രു ഓൾറെഡി വെഡ്ഡിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. സുജേനെ ഞാൻ കാണുന്നത് സുജീനെ കാണാതായിട്ടൊരു 5 years ആയി. അവൾ ബാംഗ്ലൂർ തന്നെയാണ് ബോൺ ആൻഡ് ബോട്ടം. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ ഫസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ സുധീനെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടുത്തെ കഫേയിലാണ് നമ്മൾ ഒരു കോഫി കുടിച്ച് ഇരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. നമ്മൾ ക്യാബിൽ കയറി കഫേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഭയങ്കര ബ്ലോക്കാണ്. ബാംഗ്ലൂർ ബ്ലോക്ക് പിന്നെ പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല, നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഇതാണ് സുധി, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ സുധി, അല്ല എന്താ തോന്നുന്നത്? ലൈക്ക് നമ്മളിപ്പം ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് ഒരു 5 years അടുത്തായി, ഇപ്പോൾ ഒരു 4 years കഴിഞ്ഞിട്ടാണ് കാണുന്നത്. സോ ഹൗ ഡു യു ഫീൽ നൗ? ഡെയിലി ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല. പിന്നെ എൻ്റെ സ്റ്റോറീസ് ഒക്കെ കാണുന്നതുകൊണ്ട്, ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് കാണുന്നതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് എല്ലാ ദിവസം കാണുന്ന പോലെ ഡെയിലി എണീക്കുന്ന തൊട്ട് ഉറങ്ങുന്നവരുള്ള എല്ലാ മിനി വ്ലോഗ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ സുധി ഇവിടെ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഹാപ്പി, ഞാൻ ഭയങ്കര ഹാപ്പി സുധിനെ കണ്ടപ്പോൾ. ഞാൻ നേരത്തെ വ്ളോഗ് എടുത്തപ്പോൾ പറഞ്ഞു എനിക്ക് ഫ്രണ്ട്സിനെ ഇങ്ങനെ കുറേ വർഷം കഴിഞ്ഞ് കാണുന്ന ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ 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 കൈൻഡ് ഓഫ് എന്താ ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ്. അപ്പം ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാനും. ആ ഞാൻ പാനിപൂരിൻ്റെ മേളയാണ്. ഇതിൽ വെച്ചേ അത് ചുട്ടെടുത്തോ. അങ്ങനെ നമ്മൾ സുധീനെ യാത്രയാക്കുകയാണ്. ബൈ. ഞാൻ പുറത്ത് പോയിട്ട് വന്നു, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ സ്റ്റേ ആണെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അറേഞ്ച് ചെയ്ത് തന്നത് നമ്മുടെ സ്വന്തം ചങ്ക് അഖിലാണ്. കമോൺ അഖിൽ. അഖിലിനെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. എടീങ്ങ് വാ. ഇതാണ് നമ്മുടെ അഖിൽ. ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല, മൈക്കൊക്കെ കുത്തി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, ഇവിടെ അഖിൽ ഇവിടെ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? നാണമാണ്. സെയിൽസാണ് വർക്ക് ചെയ്യുന്നത്. 2 lakhs സാലറി ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫുൾ ചിലവ് എടുക്കുന്നത് അഖിലായിരിക്കും. പിന്നെ അഖിലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അഖിലിന് ഒരു അനിയൻ കൂടി ഉണ്ട്, ട്വിൻ ബ്രദർ. അവൻ ഇന്ന് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ടൂത്ത്ലെസ് ബോയ്. ആൻഡ് അത് ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സൗണ്ടാണ്. അപ്പം നമ്മളിന്ന് എൻജോയ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. പിന്നെ നമ്മൾ പുറത്ത് പോയപ്പോൾ അതെനിക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ രാത്രി 12 മണിയായി, നമ്മൾ ഉറങ്ങാൻ പോവാണ്. നല്ല തലവേദന. ഇവിടെ കിച്ചൂട്ടി അയ്യോ എന്നൊക്കെ. ഓക്കെ, നമ്മൾ ഉറങ്ങാൻ പോകും. ബിക്കോസ് നമുക്ക് നാളെ രാവിലെ എണീക്കണം. ഗുഡ് നൈറ്റ്. നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിടന്നേ. ഇനിയിപ്പോൾ നാളെ രാവിലെ 5:30 എണീക്കണം പ്രാർത്ഥിക്കാൻ. അത് കഴിഞ്ഞിട്ട് നാളത്തെ വീഡിയോസ് വേറൊരു പാർട്ടായിട്ടായിരിക്കും ഞാൻ ഇടുന്നുണ്ടാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് ടെരിസ സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്.